ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് റൂബിക്സ് ക്യൂബ് സൊല്യൂഷന്റെ രണ്ടാം ഭാഗത്തിലാണ്. നിങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കാണുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിന്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. നമ്മൾ റൂബിക്സ് ക്യൂബ് സൊല്യൂഷന്റെ ടഫർ സെക്ഷനിലേക്ക് കടക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സെൻറ്റർ ലെയേഴ്സ് നിങ്ങൾ ലൈനപ്പ് ആക്കണം. അതായത് അത് കറക്റ്റ് ആക്കിക്കൊണ്ടിരണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സോൾവ് ചെയ്ത ഗ്രീൻ ഭാഗം, അതായത് നിങ്ങൾ ഏത് കളറാണോ സോൾവ് ചെയ്യുന്നത് ആ ഭാഗം അടിവശത്ത് വരുന്ന രീതിയിൽ പിടിക്കുക. അതിനുശേഷം നിങ്ങൾ മുകൾ വശത്ത് ബ്ലൂ കളറിൻ്റെ ക്രോസ് നോക്കുക. ഈ ക്രോസിലെ 4 പീസിൽ ഏത് പീസിലാണ് ബ്ലൂ കളർ ഇല്ലാത്തത് നോക്കുക. ഉദാഹരണത്തിന് ഇവിടെ ബ്ലൂ കളറുണ്ട്, ഇവിടെ ബ്ലൂ കളറുണ്ട്, ഇവിടെ ബ്ലൂ കളറില്ല, ഇവിടെ ബ്ലൂ കളറുണ്ട്. സോ നമ്മൾ ബ്ലൂ കളർ ഇല്ലാത്ത ഈ കീ നമ്മൾ അതിൻ്റെ സെൻറ്റർ കീയുമായി മാച്ച് ചെയ്യുക. അതായത് വൈറ്റുമായിട്ട് മാച്ച് ചെയ്യണം. സോ ഇവിടെ നമ്മൾ വൈറ്റുമായിട്ട് മാച്ച് ചെയ്തു. അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ കളർ നോക്കുക. ഇവിടെ ഓറഞ്ചാണ്. വൈറ്റിൻ്റെ ഏത് വശത്താണ് ഓറഞ്ച് നോക്കുക. ഇവിടെ റെഡാണ്. സോ റൈറ്റ് സൈഡിലല്ല, ഓക്കെ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഓറഞ്ച് ഉള്ളത്. സോ ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന അൽഗോരിതം ശ്രദ്ധിക്കുക. അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ് ഇൻവേർട്ടഡ്, അപ്പ് ലെഫ്റ്റ്, അപ്പ് ഫ്രണ്ട്, അപ്പ് ഇൻവേർട്ടഡ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്. സോ കാണുക, ഇവിടെ മാച്ച് ആയിരിക്കുന്നു. ഇനി അടുത്തത് വീണ്ടും നോക്കുക ഏതിനാണ് ബ്ലൂ ഇല്ലാത്തതെന്ന്. സോ ഇവിടെ ബ്ലൂ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇതിന് ബ്ലൂ ഇല്ല. നമ്മൾ വൈറ്റുമായിട്ട് മാച്ച് ചെയ്തു. ഇപ്പോൾ നോക്കുക, ഇത് ടുവേർഡ്സ് റൈറ്റ് ആണ് പോകേണ്ടത്. അങ്ങനെയെങ്കിൽ ടുവേർഡ്സ് റൈറ്റ് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സ്ക്രീനിൽ തിരിഞ്ഞു വരുന്ന അൽഗോരിതം ശ്രദ്ധിക്കുക. അപ്പ് റൈറ്റ്, അപ്പ് ഇൻവേർട്ടഡ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്, അപ്പ് ഫ്രണ്ട്. സോ ഇത് മാച്ചായി. ഇങ്ങനെ ഈ 2 അൽഗോരിതംസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ക്യൂബ് അങ്ങോട്ട് മാച്ച് ചെയ്യാവുന്നതാണ്. സോ നോക്കൂ, ഇത് നമ്മൾ ഈ ലെയർ കംപ്ലീറ്റ് ആയി ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ക്യൂബിൻ്റെ മിഡിൽ ലെയർ സോൾവ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മുകളിലെ ക്രോസ് ബാറാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ നിങ്ങൾ മിഡിലിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക, 4 പൊസിഷനിൽ ഏതെങ്കിലും ആയിരിക്കും നിങ്ങൾക്കുണ്ടാകുക ഈ ക്രോസിൽ. ഈ ബ്ലൂ ഡോട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൽ, ഇങ്ങനൊരു ലൈൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു ക്രോസ്. നിങ്ങളുടെ ലക്ഷ്യം ഈ ക്രോസിലേക്ക് എത്തുക എന്നതാണ്. നിങ്ങൾക്ക് ഒരു എൽ കിട്ടിയാൽ നിങ്ങൾ ആ എല്ലിനെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് കോർണർ സൈഡിലേക്ക് പിടിക്കുക. അതായത് ഇതുപോലെ. അതിനുശേഷം ഈ അൽഗോരിതം അപ്ലൈ ചെയ്യുക. ഫ്രണ്ട് റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്. നിങ്ങൾക്കപ്പോൾ ലൈൻ കിട്ടും. അടുത്ത് നിങ്ങൾക്ക് ക്രോസ് കിട്ടും. ഫ്രണ്ട് റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ഫ്രണ്ട് ഇൻവേർട്ടഡ്. സോ നിങ്ങൾക്ക് ക്രോസ് കിട്ടി. നിങ്ങൾ ക്രോസിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞ കേസിലെ പോലെ നിങ്ങൾക്ക് ബ്ലൂ ഡോട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇതേ അൽഗോരിതം തന്നെ വീണ്ടും ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ക്രോസിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്രോസ് കിട്ടിയാലും അറ്റ്ലീസ്റ്റ് 2 എണ്ണം ഈ സെൻറ്റർ പോർഷനുമായിട്ട് ലൈനപ്പ് ആകണം. ഇവിടെ റെഡ് ലൈനപ്പായി, അതുപോലെ 2 എണ്ണം ലൈനപ്പ് ആകുന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ മാറ്റി മാറ്റി നോക്കണം മുകൾ വശം. സോ ഇവിടെ 1 ലൈനപ്പായി, 2 ലൈനപ്പായി. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ലൈനപ്പായ ഒരെണ്ണം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിലും ഒന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലും പിടിക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ശ്രദ്ധിക്കുക. ഒന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റ്, ഒന്ന് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് ലൈനപ്പ് ചെയ്യുവാനുള്ള അൽഗോരിതം ഇതാണ്. ശ്രദ്ധിക്കുക. റൈറ്റ് അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ്, റൈറ്റ് അപ്പ്, അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്. ഒരു ഫൈനൽ അപ്പും കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്രോസിലുള്ള എല്ലാ പീസും സെൻറ്റർ പീസുമായി ലൈനപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനൊരു പൊസിഷനിൽ എത്തിയേക്കാം. ഇതാ, ഒന്ന് നിങ്ങളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, ഒന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അതായത് 2 സൈഡിലുണ്ടാകാതെ പുറകിലും മുൻപിലുമായി ഇത് ഓറിയൻറ്റഡ് ആയിട്ട് ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞു തന്ന അതേ അൽഗോരിതം അപ്ലൈ ചെയ്യുക. റൈറ്റ് അപ്പ്, റൈറ്റ് നോട്ട് അപ്പ്,
റൈറ്റ്, അപ്പ്, അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 2 എണ്ണം നേരത്തെ പറഞ്ഞ പോലെ കിട്ടുന്നതായിരിക്കും. ഇതാ ഇവിടെ മഞ്ഞയും ഓറഞ്ചും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയിരിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ വീണ്ടും ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ലൈനപ്പ് ആക്കുവാൻ സാധിക്കും. സോ ഓറഞ്ചും മഞ്ഞയും ഒന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലും ഒന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റായും പിടിക്കുക. അതേ ഫോർമുല വീണ്ടും അപ്ലൈ ചെയ്യുക. റൈറ്റ്, അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ്, റൈറ്റ്, അപ്പ്, അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്. ഒരപ്പും കൂടി ചെയ്താൽ നിങ്ങൾ എല്ലാം ലൈനപ്പ് ആക്കും. ക്രോസിലുള്ള എല്ലാ കീസും നിങ്ങൾ സെൻട്രൽ പോർഷനുമായി മാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 പീസുകൾ കറക്റ്റായി ഓറിയൻറ്റഡ് ആക്കുക എന്നതാണ്. ഈ ഭാഗമാണ് റൂബിക്സ് ക്യൂബിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുവാൻ സാധ്യതയുള്ള ഭാഗം. സോ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കീ ഏത് കീയാണ് ക്യൂബുമായി ലൈനപ്പ് ചെയ്ത് നിൽക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. ഉദാഹരണത്തിന് ഇവിടെ ബ്ലൂ, റെഡ്, വൈറ്റ് എന്ന നിറമുള്ള കീയാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഓറഞ്ച്, വൈറ്റ്, ബ്ലൂ ഉള്ള കീയാണുള്ളത്. സോ നിങ്ങൾ ചെക്ക് ചെയ്യുക ഏതാണ് കൃത്യമായി ഓറിയൻറ്റഡ് ഉള്ളത്. സോ നമ്മളിവിടെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടു ബ്ലൂ, യെല്ലോ, ഓറഞ്ച്. ഇവിടെ ഓറഞ്ച്, യെല്ലോ, ബ്ലൂ കറക്റ്റ് ഓറിയൻറ്റേഷനാണുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യൂബിൻ്റെ റൈറ്റ് ഹാൻഡ് ബോട്ടം സൈഡിൽ ഈ ക്യൂബ് വരുന്ന രീതിയിൽ, അതായത് ഈ കീ വരുന്ന രീതിയിൽ പിടിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് മാറിപ്പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ഇതിനെ ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. റൈറ്റ് ഹാൻഡിൻ്റെ ബോട്ടം സൈഡിൽ വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പ്, റൈറ്റ്, അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ് ഇൻവേർട്ടഡ്, അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ്. സോ അങ്ങനെ ഒരു ഫോർമുല ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാം ഓറിയൻറ്റായി കിട്ടും. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അത് വീണ്ടും ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. ഇതാ നോക്കൂ, ഒന്നും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓറിയൻറ്റായിട്ട് കിട്ടും. അപ്പ്, റൈറ്റ്, അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ് ഇൻവേർട്ടഡ്, അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ് ഇൻവേർട്ടഡ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഓറിയൻറ്റഡായി, ഇത് ഓറിയൻറ്റഡായി, ഇതും ഓറിയൻറ്റഡായി. ഇനി ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു കീയും ഓറിയൻറ്റഡായി അല്ലാതെ കിട്ടും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇതേ ഫോർമുല ഏതെങ്കിലും സൈഡിൽ നിന്നും കീ സ്പോട്ട് ചെയ്ത് അവിടെ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ അതേ ഫോർമുല, അതായത് അപ്പ്, റൈറ്റ്, അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ് ഇൻവേർട്ടഡ്, അപ്പ്, റൈറ്റ് ഇൻവേർട്ടഡ്, അപ്പ് ഇൻവേർട്ടഡ്, ലെഫ്റ്റ് ഇൻവേർട്ടഡ്. സോ അങ്ങനെ മാക്സിമം 2 തവണ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മുകളിലെ 4 പോർഷനും ലൈനപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സൊല്യൂഷനിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 4 കീസും ഇനി പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക എന്നതാണ്. സോ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 2 എണ്ണം സെറ്റായി ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ സൈഡിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചിരുന്ന ഫോർമുല അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഈ ക്യൂബ് വീണ്ടും ഷഫിളായി പോവുകയാണ്. അങ്ങനെയില്ല, ഇത് മാജിക്കലായി കറക്റ്റായിട്ട് വരുന്നതാണ്. സോ നമ്മൾ ആദ്യം ചെയ്ത അതേ ഫോർമുല റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ, റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ. അതായത് ഈ ക്യൂബ് കറക്റ്റായി വരുന്ന തവണ വരെ അത് ചെയ്യേണ്ടതാണ്. മാക്സിമം നിങ്ങൾ 6 തവണ വരെ ചെയ്യേണ്ടി വരികയുള്ളൂ. സോ ഇങ്ങനെ ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക, നമ്മൾ ഏതാണോ സോൾവ് ആകാത്ത കീ ഇത് സോൾവ് ആയതാണ്. സോ നമ്മൾ മാറ്റി ഇങ്ങനെ പിടിച്ചു, അടുത്ത സോൾവ് ആകാത്തത് എടുത്തു. എന്നിട്ട് വീണ്ടും അതേ ഫോർമുല റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ, റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ, റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ, റൈറ്റ് ഇൻവേർട്ടഡ്, ഡൗൺ ഇൻവേർട്ടഡ്, റൈറ്റ്, ഡൗൺ. ഇതാ നിങ്ങളുടെ ഒരു ടേണിലൂടെ നിങ്ങളുടെ കീ ഫുൾ സോൾവായി നിങ്ങളുടെ റൂബിക്സ് ക്യൂബ് സൊല്യൂഷൻ ആയിരിക്കുകയാണ്. നിങ്ങൾ വിജയകരമായി ഇത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്ത് നമ്മളിത് ലാസ്റ്റ് സോൾവ് ചെയ്യാൻ പഠിച്ചു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ദിസ് ഈസ് ഡോണി ടോജോ സൈനിങ് ഓഫ് വിത്ത് ക്യാമറ മച്ചൻ ജെറിൻ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യൂ.